എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് തമ്പനെയിലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് നിർമ്മിക്കാവുന്ന ഒരു ആപ്പാണിത്. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായിട്ട് പ്ലേ സ്റ്റോറിലേക്ക് പോവുക. ഓക്കെ, പ്ലേ സ്റ്റോറിലേക്ക് പോയ ശേഷം നിങ്ങൾ ക്യാൻവ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്യാൻവ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയി വരുന്നത്. ഓക്കെ, ക്യാൻവ ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ പേര്. ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതാണെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇടണോ എങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പിൽ കൂടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. നിങ്ങൾക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇടാം, നിങ്ങൾക്ക് തമ്പനെയിൽ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, ചാനലിൻ്റെ ആർട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു ഇതിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മുകളിൽ കാണുന്ന അതാണ്. നമുക്ക് ഏത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്താൽ മതി. നമുക്ക് ടെംപ്ലേറ്റ്സ് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം, യൂട്യൂബ് തമ്പനെയിൽ വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം, ലോഗോസ് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം. അങ്ങനെ കുറേ ഉപയോഗങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തമ്പനെയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ അപ്പോൾ മുകളിലത്തെ ഭാഗം കുറച്ച് ഇങ്ങോട്ട് റൈറ്റിലോട്ട് കുറേ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തമ്പനെയിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് തമ്പനെയിലാണ് ഉണ്ടാക്കണമെങ്കിൽ ഇവിടത്തേൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഡിസൈൻസ് വരും. ഓക്കെ, നമുക്കിതിൽ ഇഷ്ടമുള്ള കാര്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇഷ്ടമുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ഡിസൈൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. ഓക്കെ, അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് വേറെ മാറ്റി നിങ്ങൾക്ക് വേറെ ഇടാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരെണ്ണം അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ നിങ്ങളിപ്പോൾ യൂട്യൂബ് തമ്പനെയിൽ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചത് നിങ്ങൾ ഹൗ ടു മേക്ക് ജിമെയിൽ ഐ ഡി ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈസൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഈ എഴുതിയിരിക്കുന്ന ഫോണ്ടിൻ്റെ എഴുതിയിരിക്കുന്ന ആ രീതി നമുക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇഷ്ടമുള്ളത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, അതനുസരിച്ച് ഇത് മാറുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്ത് ഇതിൻ്റെ സൈസ് വേണം നമുക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ കളർ വേണം നിങ്ങൾക്ക് മാറ്റാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വേണം മാറ്റാം. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഗാലറി, ഇമേജ്, കളർ, ഫിൽറ്റർ, അങ്ങനെ കുറേ ആണെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് വരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് വേറെ ഇമേജാണ് വരുന്നതെങ്കിൽ വേണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൻ്റെ ഒരു ഫോട്ടോയാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ യൂട്യൂബ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, യൂട്യൂബിന് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട കുറേ ഇമേജസൊക്കെ വരും. അത്രയ്ക്കൊന്നും വരച്ചില്ലെങ്കിലും യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട കുറച്ച് യൂട്യൂബ് എന്ന് എഴുതിയിരിക്കുന്ന കുറേ ഇമേജസ് ഇവിടെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട ഇമേജസൊക്കെ ഇവിടെ വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ ഡൗൺലോഡ്, അപ്ലോഡ് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവത്തേൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവത്തേൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ പ്രിപ്പയറിംഗ് ഒരു ഡിസൈൻ എന്ന് കാണിച്ചിട്ട് സേവ്ഡ് എന്ന് കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഇമേജ് വേറെ വാട്സപ്പിലും അങ്ങനെ കുറേ ഇതിൽ നിങ്ങൾ പോകുന്നതാണ്. നിങ്ങൾക്ക് ഈ ഇമേജ് തന്നെ വേറെ ഒരു ആപ്പിലേക്ക് കൊണ്ടുപോയി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഇമേജ് നിങ്ങളുടെ ഗ്യാലറിയിലേക്ക് ഇത് കയറി സേവ് ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ബൈ.